കൊല്ലത്ത് 2 വയസ്സുകാരിയെ കുഞ്ഞിനെ അമ്മയും 3-ാം ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തൽ. 2 വയസ്സുകാരി അനശ്വരയെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത്. കുഞ്ഞിന്റെ അമ്മ കലാസൂര്യയെയും 3-ാം ഭർത്താവ് കണ്ണനെയും റിമാൻഡ് ചെയ്തു. തമിഴ്നാട്ടിൽ വെച്ചാണ് കൊല നടന്നത്. അവര് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരിപ്പോ താമസിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ കുട്ടിയെ ഒരു ദിവസം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി, എന്നിട്ട് ചാക്കിൽ കെട്ടി കാട്ടിൽ ഉപേക്ഷിച്ചു. അത് സഹിക്കാൻ വയ്യാതെ ഇവര് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായി. അങ്ങനെ അവിടെ തെരഞ്ഞെടുത്തതിനു ശേഷം ഈ കുട്ടിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ 1 മാസം പഴകിയ ബോഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ബോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. അത് അവിടെ നിന്ന് കണ്ടുപിടിക്കുകയും ഈ സ്ത്രീയെ നമ്മൾ അവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. ഇപ്പോ അവർ രണ്ടുപേരും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. അവിടെ ഇതൊരു മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലിജോ റോളൻസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നത് എങ്ങനെയായിരുന്നു അന്വേഷണം? എന്തിനായിരുന്നു കൊലപാതകം? എന്താണ് സംഭവിച്ചത്? ജീന, ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ കേസ് ഇതിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. ഡിസംബർ 2-ാം തീയതി പുനലൂർ പോലീസിൽ ഈ മരിച്ച കുഞ്ഞിന്റെ മുത്തശ്ശി ഒരു പരാതിയുമായി വരുന്നുണ്ട്. അതായത് തന്റെ പേരക്കുട്ടിയെ കാണുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് നൽകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള കലാസൂര്യ വീട്ടിലെത്തിയ സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നില്ല. അതിലൊരു സംശയം, അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാണ് പരാതി നൽകുന്നത്. തുടർന്ന് പുനലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ ചോദ്യം ചെയ്തതോടുകൂടെയാണ് അവരുടെ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ വരികയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ ഇത്തരത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണം ഈ കണ്ണനെയൊക്കെ ചോദ്യം ചെയ്തതോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് അറിയുകയും തുടർന്ന് തമിഴ്നാട് പോലീസിൽ ഈ വിവരം അറിയുകയും ചെയ്തു. തമിഴ്നാട് പോലീസ് കണ്ണനെ കസ്റ്റഡിയിലെടുത്തു. കേരള പോലീസും പുനലൂർ പോലീസും അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ കുഞ്ഞിന്റെ 2 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിയായിട്ടുള്ള കലാസൂര്യയും ഒപ്പം തന്നെ അവരുടെ 3-ാമത്തെ ഭർത്താവായിട്ടുള്ള കണ്ണനെയും ഇപ്പോൾ തമിഴ്നാട് പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി ലിജോ, 2 വയസ്സുകാരുടെ തിരോധാനത്തിലാണ് വഴിത്തിരിവ്. അമ്മയും 3-ാം ഭർത്താവും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. അമ്മൂമ്മ നൽകിയ പരാതിയിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. വിശദാംശങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത് കൊല്ലത്ത് നിന്നും.